നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിപ്പാണല്ലോ. ഹൈ പ്രൊഫൈൽ ട്രാൻസ്ഫറുകൾക്കുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഏറ്റവും പുതിയ കുറച്ച് ട്രാൻസ്ഫർ വാർത്തകൾ. മൈക്കൽ ഒലീസയുടെ കാര്യം പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട്. ഇപ്പം ഡയമണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം റയൽ മാഡ്രിഡ് വളരെ അപ്രതീക്ഷിതമായിട്ട് നടത്തി. ഹുലിയൻ അൽവാരസിൻ്റെ കാര്യം എന്തായി? ക്യൂട്ടോ റൊമേറോയുടെ കാര്യം എന്തായി? സമർവില്ല് ഇപ്പം പോയല്ലോ. സാമു കോസ്റ്റയുടെ കാര്യം എന്തായി? ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് പരിശോധിക്കുകയാണ്. ആദ്യം ക്യൂട്ടോ റൊമേറോയുടെ കാര്യം. ക്യൂട്ടോ റൊമേറോയും ഇൻ്റർ മിലാനും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാമ്പും ഇൻ്റർ മിലാനും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് നടന്നിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ കൂടുതൽ നെഗോസിയേഷനിലൂടെ തീരുമാനിക്കപ്പെടേണ്ടതാണ്. എക്സ്പെൻസീവ് ആയിരിക്കും, നോട്ട് ഈസി എന്നുള്ളത് കൃത്യമായിട്ട് ഇൻ്റർ മിലാൻ അറിയാം. അപ്പോൾ ബട്ട് ദേ ആർ സ്റ്റിൽ നെഗോസിയേറ്റിംഗ്. ബാഴ്സലോണയ്ക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവരിതുവരെ താരത്തിനായി ടെൻഡർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം ജോസ്കോ ഗാർഡിയോളിൻ്റെ കാര്യത്തിൽ ഓൾറെഡി അദ്ദേഹം പുതിയ ഒരു ലോങ് ടേം സൈനിങ് നടത്തി കഴിഞ്ഞു. 2031 വരെ അവിടെ തുടരാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. ജെർമി ഡോക്കു അതുപോലെ തന്നെ അവിടെ തുടരും നീണ്ടകാലം എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ കുഷാനോവും അടുത്ത ഒരു 5 ഇയർ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരം കൂടി വരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോമോ ഇപ്പോൾ ട്രവർ ശലോബയെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ്. അവർ ഇംപ്രൂവ്ഡ് ബിഡ് ഇപ്പോൾ ചെൽസിക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. കോമോ 25 മില്യൺ യൂറോ ഫിക്സഡ് ഫീ പ്ലസ് 5 മില്യൺ ആഡ് ഓൺസ്. പക്ഷേ ഇത് ഈ 5 മില്യൺ ആഡ് ഓൺസ് എന്നുള്ളത് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊരു ഓഫറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 30 മില്യൺ യൂറോയുടെ പാക്കേജ് ഓൾമോസ്റ്റ് ഗ്യാരൻറ്റീഡ് ആണ്. ചലോബയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോമോയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി വളരെ കീനായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ അതിലെന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പോസിറ്റീവ് തന്നെയായിരിക്കും എന്നാണ് ലഭ്യമാവുന്ന സൂചനകളൊക്കെയും. അതുപോലെ തന്നെ ടോറിനോ ഇപ്പോൾ ലൂക്കാസ് പെറിക്ക് വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലീഡ്സ് യുണൈറ്റഡ് ഒരു പുതിയ ഗോൾ കീപ്പർക്കായിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നു. ഏതായാലും അധികം വൈകാതെ തന്നെ അക്കാര്യത്തിലൊരു വിവരം ലഭിക്കും എന്നാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡ്രിയുടെ കാര്യമാണ് അടുത്തത്. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. റോഡ്രിക്ക് വേണ്ടിയിട്ട് റയൽ മാഡ്രിഡ് ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതേസമയം എൻസോ മരേസ്ക പറഞ്ഞത് റോഡ്രി ഇവിടെ തന്നെ ഉണ്ടാകും എന്നാണ്, സിറ്റിയിൽ തന്നെ ഉണ്ടാകും എന്നാണ്. ഏതായാലും റയലിന് ഇപ്പോൾ താല്പര്യമുണ്ട്. സിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് റയലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കോൺടാക്റ്റ് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. സോ ആ ഒരു മൂവ് നടക്കാനുള്ള സാധ്യത പതിയെ ഡെവലപ്പായി വരുന്നു. ഗാനാഗുയെ അൽ ദുരിയയിലേക്ക് പോകാനുള്ള സാധ്യത അദ്ദേഹം ഡീൽ എഗ്രി ചെയ്ത് കഴിഞ്ഞു എന്നാണ് വിവരം. സോ അധികം വൈകാതെ തന്നെ അദ്ദേഹം ആ ടീമിലേക്ക് ജോയിൻ ചെയ്തേക്കും. സൗദി അറേബ്യൻ ക്ലബിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചെൽസി ഇപ്പോൾ ബയർ ലെവർക്യൂസനെ കോൺടാക്ട് ചെയ്തിരിക്കുന്നു ഫോർ കെരിം അൽജ്ബെഗോവിച്ച്. സോ അദ്ദേഹത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ 34 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ടിൻ്റെ ബിഡാണ് വെച്ചിരിക്കുന്നത്. ഏതായാലും എന്ത് സംഭവിക്കും ഇക്കാര്യത്തിൽ എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ ഡീലിന് വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ക്രിസെൻസിയോ സമ്മർവില്ല് ഇതാ അൽ ഹിലാലിലേക്ക് ജോയിൻ ചെയ്യുന്നു. വെസ്റ്റ് ഹാമിൽ നിന്ന് 55 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ടും 10 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ട് ആഡ് ഓൺസും, അങ്ങനെ ടോട്ടൽ 65 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ടിൻ്റെ ഒരു ഓഫറിലാണ് താരം പോകുന്നത്. എന്നാൽ ഇന്നത്തെ ഏറ്റവും സെൻസേഷണലായിട്ട് രാവിലെ പുറത്തേക്ക് വന്ന വാർത്ത, നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ്ലി. മറ്റൊന്നുമല്ല, 100 മില്യൺ യൂറോയുടെ ബിഡ് ആർബി ലീപ്സിഗിന് മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് റയൽ മാഡ്രിഡ് ഫോർ ഡയമണ്ട്. സോ ഡയമണ്ട് എന്തായിരിക്കും ഈ ഒരു നീക്കത്തിലുണ്ടാവുക എന്നുള്ളത് കണ്ടറിയണം. ലീപ്സിഗ് അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ വിവരം. മോർ ദാൻ 100 മില്യൺ യൂറോയാണ് അവർക്ക് വേണ്ടത്. PSG ഓൾറെഡി താരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, മറ്റ് ക്ലബ്ബുകൾ നേരത്തെ രംഗത്തുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ക്ലബ്ബുകൾ. ആ ഇംഗ്ലീഷ് ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്തില്ല എന്നുള്ളതും മനസ്സിലാക്കുക. ബോസീഞ്ഞ ചിലിയൻ ക്ലബ്ബായിട്ടുള്ള കോലോ കോളയിലേക്ക് പോകുന്നു. ചിലിയിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്നാണത്. അങ്ങോട്ടേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. വേൾഡ് കപ്പിലെ മികച്ച പ്രകടനം അദ്ദേഹത്തെ അതിനെ സഹായിക്കുന്നു. ലുക്കാക്കു നാപ്പോളി വിടുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. കാരണം അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് പറഞ്ഞത്
ഹോയിലുൻഡിൻ്റെ ഒരു ബാക്കപ്പ് എന്ന രൂപത്തിൽ മാത്രമായിട്ട് താരത്തിന് അവിടെ നിൽക്കാൻ താല്പര്യമില്ല. താരം ക്ലബ്ബ് വിടാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. സോ ഇതിലെന്തും സംഭവിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈ പ്രൊഫൈൽ നീക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹുലിയൻ അൽവാരസിൻ്റെ കാര്യമാണ് പലരും പിന്നെ ചോദിക്കുന്നൊരു കാര്യം. അത്ലറ്റിക്കോ മാഡ്രിഡിന് മുന്നിലേക്ക് 100 മില്യൺ യൂറോയുടെ ഓഫർ വെച്ചിട്ടുണ്ട് FC ബാഴ്സലോണ. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് അത് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ആഴ്സണൽ കൂടി താരത്തിനായിട്ട് രംഗത്തേക്ക് വരുന്നു എന്ന റിപ്പോർട്ട് സ്പാനിഷ് മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്, അർജന്റീൻ മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട്. അത് വിക്ടർ ഗ്യോക്കറസിന് കൊടുക്കാം, പ്ലസ് ഒരു സംഖ്യയും കൊടുക്കാം എന്നുള്ളതാണ് ആഴ്സണലിൻ്റെ ഓഫർ. അതിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ത് തീരുമാനമെടുക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീഡിയോ എത്താം.